മഞ്ഞണിഞ്ഞ മലനിരകളും പച്ചപതച്ചിട്ട തേയിലത്തോട്ടങ്ങളും അതിരിട്ട പ്രകൃതിയുടെ ഈ കൊച്ചു സ്വർഗമാണ് ഗവി. പത്തനംതിട്ടയുടെ മടിത്തട്ടിൽ വന്യതയും ശാന്തതയും ഒന്നാകുന്ന ഈ സുന്ദര തീരം കാടിൻ്റെ കുളിരും കിളികളുടെ പാട്ടുമായി സഞ്ചാരികളെ കാത്തിരിക്കുന്നു. നഗരത്തിരക്കുകളിൽ നിന്ന് മാറി കാടിൻ്റെ ഹൃദയമിടിപ്പറിയാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട മാസ്മരിക ഇടം. കാടിനെയും കാടിൻ്റെ മൃഗങ്ങളെയും വ്യക്തമായി അറിയാവുന്ന മനോഹരൻ ചേട്ടൻ്റെ കൂടെ പുറം ലോകവുമായി ബന്ധമില്ലാത്ത ആദിവാസികളെയും ഭീമൻ കാട്ടുപോത്തിനെയും യാത്രക്കാരെ ഹരം കൊള്ളിക്കുവാൻ വന്ന എല്ലാം ഒളിഞ്ഞിരിക്കുന്ന കാട്ടിലേക്ക് നമുക്കെല്ലാവർക്കും ഒരു യാത്ര പോയി വന്നാലോ? മൃഗങ്ങളെയെല്ലാം കാണാൻ വളരെ ക്ലിയർ ആയിട്ട് എല്ലാവരും ഉണ്ടാവണേ. ഗൈസ്, ഇപ്പൊ സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട്. ആര് പറഞ്ഞു? ഞങ്ങൾ പാതിരാത്രി എണീറ്റ് മൂത്ത് വെട്ടം അടിച്ചോണ്ടിരിക്കുന്ന വേറൊന്നുമല്ല, ഞങ്ങളെല്ലാരും കൂടെ ഗവിക്ക് പോകാൻ പോവാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസുകളുമായി എനിക്ക് വരാൻ പറ്റുകയുള്ളൂ. കൊച്ചു വണ്ടിക്കകത്ത് നിറഞ്ഞ് ഇടിഞ്ഞ് തിരിഞ്ഞിരിക്കും. പുറകില് സുഖമായിട്ട് 3 ഇരിപ്പുണ്ട്, ഫ്രണ്ടില് 3 ഇരിപ്പുണ്ട്. വണ്ടി ഏതാണെന്നറിയോ? 800. അപ്പൊ നമ്മളെ വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. നമ്മള് വിടാണ്. ഗൈസ്, ഞങ്ങൾ പോകുന്ന റൂട്ട് എന്ന് വെച്ചാല് അത് നമ്മൾ 35 മൈലെത്തും. 35 മൈലിൽ നിന്ന് കുമളി റൂട്ട് പിടിക്കും. കുമളി റൂട്ട് പിടിച്ച് നേരെ വണ്ടിപ്പെരിയാറയിലും. അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പോകുന്ന റൂട്ടൊക്കെ അടിപൊളിയാണ്, പക്ഷെ രാത്രി ആയതുകൊണ്ട് മൊത്തം ഇരുട്ടായിരിക്കും കേട്ടോ. ആണ് നമ്മുടെ കുമളി റൂട്ടിലെ ബോർഡ്, അത് കാണുന്നുണ്ടോ? ഗിയർ മാറ്റണ്ട എന്റെ അവസ്ഥ നോക്ക്, ഇത് നോക്ക്, ഇത് കണ്ടേ? ഇതിന്റെ ഇടയിൽ നിന്ന് വേണം ഞാൻ ഗിയർ മാറ്റാൻ. ഇവിടുത്തെ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നീ ഇവിടെ ക്ലച്ചും ബ്രേക്കിൽ ഓടേണ്ടി വരും. ഇപ്പത്തെ അവസ്ഥ ഞാൻ ചുണ്ണാപ്പിയിൽ പിടിച്ചിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. ഗൈസ്, ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ അക്കിക്കവല എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ ശിവൻ ചേട്ടന്റെ ചായക്കടയിൽ ഞങ്ങള് ചായ ഒക്കെ കുടിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗവിക്ക് പോകാനുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. കാണാൻ പറ്റില്ല നമ്മള് പോവുകയാണെങ്കിൽ പിന്നെ മൃഗങ്ങളെയെല്ലാം കാണാൻ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും. കാരണം ഗ്രാമം കാണാം, പിന്നെ ക്ലിയർ ആയിട്ട് അവിടെയുള്ള ചുറ്റോടെല്ലാം മനസ്സിലാക്കിയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ഗവി വന്നിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. നടന്ന് തന്നെ വന്നാലും വിഷമവുമില്ല. ഗവിക്ക് എത്ര ബസ് ഉണ്ട്? ഇവിടുന്ന് ഒറ്റ വണ്ടി ആദ്യം 5:50 കക്കിക്കവലിൽ നിന്നും പുറപ്പെടും. അത് കഴിഞ്ഞ് 1 മണിക്ക് ഒരു വണ്ടി കുമളിയിൽ നിന്ന് പുറപ്പെടും. ഈ വണ്ടികളിലാണ് 2 വണ്ടിയേ ഉള്ളൂ. 2 വണ്ടിയേ ഉള്ളൂ. ആ വണ്ടിക്ക് അങ്ങോട്ട് പോവാം. പോയിട്ട് അവിടെയുള്ളവരെല്ലാം അപ്പൊ ഗൈസ് കേട്ടല്ലോ, നമ്മുടെ ഗവിക്ക് പോകാൻ വരുന്നവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ ശിവൻ ചേട്ടൻ പറഞ്ഞ രീതിയിൽ പോവുകയാണെങ്കിൽ അവിടെ പോയി ഈ കാഴ്ചകളൊക്കെ കാണാം. തേയിലയുടെ ഫാക്ടറിയുടെ കടയും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇത് കുമളിക്ക് പോകുന്ന റോഡാണ്. ഇങ്ങോട്ട് പെരിയാർ പോകുന്ന റോഡ്, അതായത് നമ്മുടെ കുട്ടിക്കാനം പോകുന്ന റോഡ്. അപ്പം ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമ്മൾ ഉള്ളിലോട്ട് പോകണം. ഈ വഴി നേരെ പോകുമ്പോൾ ഒരു 7-8 കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഒരു ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ വരും. അവിടെ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് കയറുന്നത് കേട്ടോ. കാറൊക്കെ കടത്തി വിടും, പക്ഷെ കാറ് കടത്തി വിടുമ്പോൾ നമുക്ക് അത്യാവശ്യം വണ്ടിക്ക് എമൗണ്ട് ആവും, നമുക്ക് എമൗണ്ട് ആവും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ്സിന് പോവുകയാണെങ്കിൽ ചെറിയ പൈസ ഉള്ളൂ കേട്ടോ. ഈ സ്പോട്ടിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് 5:50 നമ്മുടെ ബസ് വരുന്നതായിരിക്കും. ആ ബസ്സിന് കയറി പെരിയാർ പോയി അവിടുന്ന് ആളെടുത്ത് തിരിച്ചു വരും. ഇവിടുന്ന് കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്താ വെച്ചാൽ പെരിയാറിൽ നിന്ന് ആള് ഇനി കയറി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ സീറ്റ് കിട്ടത്തില്ല. ഫ്രണ്ടിലെ സീറ്റ് കിട്ടണമെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് മുമ്പിൽ തന്നെ കയറിയിരിക്കാം. അപ്പൊ കക്കിക്കാവിലെ വന്നിട്ട് നിങ്ങൾ കയറാം കേട്ടോ. കുപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, കുറേ സാധനങ്ങൾ വേണ്ടേ? ഔട്ട്ഫിറ്റ് വേണ്ടേ? അപ്പോൾ കഴിച്ച കാർബോഹൈഡ്രേറ്റ് അത് കഴിക്കരുത്. ഒരു കാരണവശാലും അത് കഴിക്കാൻ പാടില്ല. ദോഷമുണ്ടാകും. അതാണ് നമ്മൾ കാർബൺ ഡയോക്സൈഡിനെ അങ്ങോട്ട് വിട്ടിട്ട് കാർബോഹൈഡ്രേറ്റിനെ നമ്മൾ അത്യാവശ്യം ജ്ഞാനിയായിട്ടുള്ള ആളാണ് കേട്ടോ. കുറെ കാര്യങ്ങളൊക്കെ ഉമ്മാക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇനി എന്താവുക എന്നറിയില്ല. നമ്മുടെ കപ്പയെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ.
അതുപോലെ നമ്മുടെ ഗവിക്ക് പോകുന്ന ബസ്സിൽ ആനത്തോട് വരെ പോകുന്നതിന് KSRTCക്ക് 60 രൂപയാണ് വാങ്ങിക്കുന്നത് ഒരാൾക്ക്. എവിടെ അത് കാണിച്ചു കൊടുത്തു. കുമളിയിൽ നിന്ന് വരുന്ന വണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ ഇവിടെ തണുത്ത് കുറച്ച് നിൽക്കുക കേട്ടോ. നമ്മുടെ ചുറ്റിനും നല്ല അടിപൊളിയായിട്ട് ഫോഗ് ഉണ്ട്. തണുപ്പുണ്ടോ? ആ തണുപ്പുണ്ട് കേട്ടോ. കണ്ടോ ഓരോരുത്തർ ഇവിടെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. എടുത്തോളാം. അങ്ങനാണ് അസ്രഫ് കുട്ടിപ്പാന്ന് പറഞ്ഞു ഞങ്ങളൊക്കെ ഇവിടെ ബോർഡിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടെ. അതാണ് ഞങ്ങളെ സുന്ദരി ഉമ്മ. ഒരാളും കൂടെ ഉണ്ട്. എവിടെ മിസ്സിംഗ് ആണ്. അവിടെ പോയിട്ടുണ്ട്. ഇപ്പോൾ വരും. ഇത്രയും നേരം കാത്തിരുന്നതിന് ശേഷം നമ്മുടെ ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മളിനി ഗവിക്ക് പോകുന്നത് കേട്ടോ. നമ്മളിവിടുന്ന് നേരെ പെരിയാറ് പോയിട്ട് ഇപ്പോൾ തിരിച്ചു വരുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. ഇനി അങ്ങോട്ട് നമ്മൾ കയറാൻ പോകുന്നത് വലിയൊരു ഫോറസ്റ്റിൻ്റെ ഉൾഭാഗത്തേക്കാട്ടോ. ഈ കാണുന്നത് വലിയൊരു പാലമാണ്. ഈ പാലത്തിൻ്റെ 2 സൈഡും നല്ല രീതിയിൽ വെള്ളമുണ്ട്. വെള്ളമില്ലാത്ത സമയത്ത് പാറ മാത്രം നമുക്കവിടെ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള യാത്ര തുടങ്ങാൻ പോകുന്നത്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് വള്ളക്കടവ്. വള്ളക്കടവ് എന്ന് പറയുന്ന സ്ഥലമായിട്ട് എനിക്ക് നല്ല രീതിയിലുള്ള ബന്ധമുണ്ട് കേട്ടോ. അത് ഞാൻ പോകുന്ന വഴിക്ക് പറഞ്ഞു തരാം. അങ്ങനെ നമ്മൾ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഈ ചെക്ക് പോസ്റ്റ് കടന്നാൽ മാത്രമേ നമുക്കിനി ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഫോറസ്റ്റിൻ്റെ ഭംഗി ആസ്വദിക്കാനും വന്യമൃഗങ്ങളെ കാണുവാനും ഒക്കെ ഒത്തിരി അധികം ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്പോട്ട് കൂടിയാണിത്. ഈ ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്താനുള്ളതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ്സിൽ കുറേ അധികം യാത്രക്കാരുണ്ട്. അവരുടെ പേരും ഡീറ്റെയിലും എത്ര പേരുണ്ട് എന്നുള്ള സകല വിവരങ്ങളും ഈ ഒരു ചെക്ക് പോസ്റ്റിൽ കൊടുക്കണം. അതാണ് ഇവിടുത്തെ റൂള്. കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മളെ ഗവിയിലേക്ക് അലോഡ് ചെയ്യുകയുള്ളൂ. ഗവിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല രീതിയിലുള്ള കോടമഞ്ഞും മഴയും മൊത്തത്തിൽ പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്നൊരു സമയവും അതുപോലെ വെള്ളം കുടിക്കാനായി കുറേയധികം മൃഗങ്ങൾ കാട്ടിൽ നിന്നും റോട്ടിലേക്ക് ഇറങ്ങി വന്ന് തടാകത്തിൽ വെള്ളം കുടിക്കുന്നൊരു കാഴ്ച നമുക്ക് കൂടുതലായിട്ട് കാണാം. അതിലുപരി റോഡിലായിരിക്കും കൂടുതലും ഈ പറയുന്ന വന്യമൃഗങ്ങൾ വസിക്കുന്നത് പോലും. യാത്ര തുടങ്ങിയിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫുള്ളായിട്ടൊന്ന് ഓണാവുന്നത് കേട്ടോ. അതിൻ്റെ കാരണമാണ് ഈ മുമ്പിൽ നിൽക്കുന്ന കാട്ടാന. എല്ലാവരും വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിലാട്ടോ. കാര്യം വെച്ചാൽ ഇതുപോലൊരു കാഴ്ച നമുക്ക് കിട്ടുമോ എന്നറിയത്തില്ല. തൊട്ടടുത്ത് 2 ആന, അതും കാട്ടാന. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോഴാണ് ശരിക്കും ഞങ്ങളൊന്ന് ഓണായത് കേട്ടോ. 2 എണ്ണം ചേട്ടൻ പറഞ്ഞത് 4 ആന ഉണ്ടെന്ന് പറഞ്ഞു. 2 പേരെ കണ്ടില്ല. 2 പേരെ സന്തോഷം പൊളിയാട്ടോ. ഭാഗ്യം നമുക്ക് കിട്ടും. അടുത്തതായി ഏതൊരു മൃഗത്തിനെയാണ് കാണാൻ പറ്റുക എന്നുള്ളൊരു നോട്ടത്തിലാണ് യാത്രയിലെ മുഴുവൻ ആൾക്കാരും. ബാഹുബലി സിനിമയിൽ വലിയ 2 കാട്ടീനെ കണ്ട ഓർമ്മയുണ്ടോ? അതുപോലെ ഒരു കാട്ടിയായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും അത്ഭുതപ്പെടുത്തി. കാടിനുള്ളിലോട്ട് കയറുമ്പോൾ പോലും അധികം പ്രതീക്ഷയില്ലാതെയാണ് ഞങ്ങൾ വന്നത്. എന്നാലും പ്രതീക്ഷിക്കാതെ കുറേയധികം കാഴ്ചകൾ നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് വരുന്നത് കേട്ടോ. ആദ്യമായിട്ട് വരുന്നത്. ഓ ആദ്യമായിട്ട് വരുന്നത്. ഈ വണ്ടിക്ക് വഴി അറിയാം. ഈ വണ്ടി ഡെയിലി വണ്ടി വഴി അറിയാം. നമ്മുടെ മലയാളികളൊക്കെ ഓണോദിപ്പുണ്ട്. എങ്ങനെ തോന്നായോ?
അരുവി ഒഴുകി പോകുന്ന ചെറിയ പാലത്തിന്റെ മുകളിൽ കൂടെ KSRTC കയറി പോകുമ്പോണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രീതിയിലുള്ള പേടി നമുക്ക് തോന്നും കേട്ടോ. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഗവിയിലേക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ഡ്രൈവറായിട്ട് എടുക്കുള്ളൂ. അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു യാത്ര കൂടിയായിരുന്നു. രാവിലെ വെള്ളം കുടിക്കാൻ വേണ്ടി അരുവിയിലേക്ക് ഇറങ്ങി വന്ന കാട്ടുപോത്തിനെയാട്ടോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ മഞ്ഞത്ത് നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് പേടിയും തോന്നും, എന്നാൽ പ്രത്യേകിച്ചൊരു കൗതുകം നിറഞ്ഞൊരു കാഴ്ച കൂടിയാണ്. കാടിനെ കുറിച്ച് അറിയാനും കാട്ടിലെ മൃഗങ്ങളെ കാണാനും ഒക്കെ ആഗ്രഹമുള്ളവർ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അധികം വന്യമൃഗങ്ങൾ താമസിക്കുന്ന ഒരു കാടാണെങ്കിലും ഈ കാട്ടിൽ ജീവിക്കുന്ന കുറേയധികം മനുഷ്യരെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഈ ഒരു കാട്ടിൽ ഇവർക്ക് എന്ത് സംഭവിച്ചാലും അത് പുറം ലോകം അറിയണമെങ്കിൽ തന്നെ ഒത്തിരി അധികം സമയമെടുക്കും. ചിലത് അറിയത്തുപോലും ഇല്ല. അതുപോലുള്ളൊരു സ്ഥലം കൂടിയാണ്. മനോഹരൻ ചേട്ടൻ്റെ ഡ്രൈവിംഗ് സ്റ്റൈൽ കാണാൻ പ്രത്യേക ഒരു ഭംഗി തന്നെ കേട്ടോ. സ്റ്റിയറിംഗ് ഇട്ട് കറക്കുന്ന കറക്കലാണ്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു രോമാഞ്ചം തന്നെ വരും കേട്ടോ. പോരാത്തതിന് കൊടും കാട്ടിലും കൂടെ ആകുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. അടിപൊളി ഡ്രൈവറാട്ടോ. എന്തായാലും KL 159089 ബസ്സിലാണ് നമ്മുടെ യാത്ര. ഒരു പേടിയും ഇല്ലാതെ കൊടും കാട്ടിൽ കൂടെ ആദിവാസികൾ നടന്നു പോകുന്നതാണ്ടോ. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടു കഴിയുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നും കേട്ടോ. നമ്മൾ ഇത്രയും മൃഗങ്ങൾ ഈ കാട്ടിലുണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മൾ ഈ ബസ്സിലാണ് പോകുന്നത്. അവരത്രയും മൃഗങ്ങളുണ്ടെന്ന് അറിഞ്ഞിട്ടും ആ കാട്ടിൽ കൂടെ നടന്നാണ് പോകുന്നത്. എത്രത്തോളം ധൈര്യവും ഒക്കെ ഉണ്ടായിട്ടായിരിക്കണം അവർ ഈ കാട്ടിൽ കൂടെ നടന്നു പോകുന്നത്. ചെറുപ്പം മുതൽക്ക് തന്നെ ഈ കാട്ടി കളിച്ചു വളർന്ന് ഇവർക്ക് എന്ത് ഭയം. ഇതുപോലുള്ള എത്ര മൃഗങ്ങളെ തൊട്ട് മുന്നിൽ അവർ കണ്ടിട്ടുണ്ടാവും അല്ലേ. അതിരാവിലെ കോടമഞ്ഞിൽ മൂടി പുതച്ച് കിടക്കുന്ന കുറേയധികം മലകളും മരങ്ങളും മൃഗങ്ങളും താഴ്വാരങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു യാത്രയിൽ കാണാൻ സാധിക്കും. മൈ ഗൈസ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗവിയുടെ കാട്ടിൻ്റെ ഉള്ളിലാട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം കാണിച്ച് അപ്പോൾ ഇവിടെ ഒരു 5 മിനിറ്റ് നമുക്ക് ഇറങ്ങി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തി കേട്ടോ. ഇങ്ങനൊരു സൗഭാഗ്യം കൂടെ ഈ ഒരു യാത്രയിൽ നമുക്ക് ഉണ്ട്. ആ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ വ്യൂ കാണാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കാരാണ് ഈ കാണുന്ന മൊത്തം. ഈ കാണുന്നതാണ് നമ്മുടെ ആ ബ്യൂട്ടിഫുൾ വ്യൂ. ഫോട്ടോ എടുപ്പ് തുടങ്ങി. നമ്മുടെ ആനവണ്ടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കണ്ടോ. അതൊക്കെ സൂര്യൻ അവിടുന്ന് ഉദിച്ച് വരുന്നുണ്ട്. ഗവിയിലെ ശരിക്കുമുള്ള ഉൾക്കാട്ടിലെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. അപ്പൊ എല്ലാരും കട്ടയ്ക്ക് കൂടെ ഇരുന്നോ. ഇതാണ് ഞങ്ങളുടെ ഇന്റർനാഷണൽ ക്യാമറമാൻ. ഇതാണ് നമ്മുടെ ഗവിയിലെ ഡ്രൈവർ ചേട്ടൻ. ചേട്ടന്റെ പേരെന്തോ? മനോഹരൻ. മനോഹരമായ കാഴ്ചയും മനോഹരൻ ചേട്ടനും. ഞങ്ങളുടെ കുട്ടിക്ക് തൊപ്പിയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നല്ലാതെ വാ 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 വാ. ഉൾക്കാട്ടിലെ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിലായിരിക്കും.